അപ്പോൾ ഗൈസ് ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞ് 5:10 അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ ഇന്ന് റെക്കോർഡൊക്കെ ഉണ്ട്. കെമിസ്ട്രീൻ്റെ ലാബ് ഇന്നുണ്ട്. ഉച്ചേൻ്റെ മുന്നെയാണ് അതിൻ്റെ റെക്കോർഡ് വെക്കാണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ റെക്കോർഡ് വെക്കാണ്ട്. പിന്നെ മാത്സിൻ്റെ റെക്കോർഡ് വെക്കാണ്ട്. ഇത് 3 വെക്കണം. പണിപ്പോൾ ആലുവളത്ത് കിട്ടി. ഞാനാണെങ്കിൽ മാത്സിൻ്റെ റെക്കോർഡ് ഇന്നലെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി ഇവിടെ ഈ മേശയിൽ. പക്ഷേ എന്നിട്ട് പിന്നെ നീറ്റ് പോയി കിടന്നു തുടങ്ങി. ഇപ്പം 5 മണിക്ക് നീറ്റിക്കാണ്. ഇതുകൂടി നീറ്റില്ലെങ്കിൽ നല്ല ഇളിയിലിടുങ്ങിയിരുന്നു പക്കയ്ക്ക്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മാത്സിൻ്റെ റെക്കോർഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രീൻ്റെ റെക്കോർഡ് ചെയ്യണം. കെമിസ്ട്രീൻ്റെ അത്ര ഇല്ല, ഒരു 2 പേജിട്ടുള്ളൂ. മാത്സിൻ്റെ ഇനി കള്ളിയും കോളൊക്കെ വരയ്ക്കാണ്ട്, ചണ്ണി ചാപ്പ് എന്തായാലും. അപ്പോൾ എന്തായാലും ഇനി റെക്കോർഡ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് പഠിക്കാൻ വരുന്നത് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടൈം കഴിയും. എന്തായാലും നോക്കാം. മാത്സ് ഇന്നലെ ഞാൻ കുറേ എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല. കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് എഴുതിന്. ഇതുവരെ എഴുതിന് ഞാൻ ഇതുവരെ. എനിക്ക് ഇതും കൂടി എഴുതാനുള്ളൂ. കാണാം ഇവിടെ. പക്ഷെ പെട്ടിങ് കോളൊന്നും വരച്ചില്ല, കാരണം സ്കെയിൽ കാണാനില്ല. നല്ല മൂഞ്ചി അവസ്ഥയാണ് അവിടെ. എന്താ പറയണ്ടത്. എന്തായാലും നേരെ തുടങ്ങണം മാത്സ്. ഇനി എഴുതി കഴിഞ്ഞിട്ട് സ്കെയിലെടുത്തൊക്കെ വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രീൻ്റെ റെക്കോർഡ് വരച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ റേ ഓപ്റ്റിക്സിൻ്റെ ക്ലാസ് കാണാണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കണം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 6:35 അപ്പോഴത്തിന് കെമിസ്ട്രി റെക്കോർഡ് മാത്സ് റെക്കോർഡ് എഴുതി കഴിഞ്ഞ് 6:35. ഞാനൊരു 6 മണിക്കൊക്കെ തീരുന്നു ചോദിച്ചാൽ നല്ല പണിയുണ്ട് കേട്ടോ. എനിക്ക് ഇതെടുത്ത് വരയ്ക്കാൻ, സ്കെയിലെടുത്ത് വരയ്ക്കാൻ എനിക്ക് തീരെ ചെല്ലിയ. സ്കെയിലെടുത്ത് വരയ്ക്കാൻ ഒരുമാതിരി ചെയ്യാൻ പിടിച്ച പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. അതായത് കെമിസ്ട്രി എഴുതി കഴിഞ്ഞാൽ മാത്സ് എഴുതി കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഒറ്റ പിടി എഴുതിയില്ല. ഞാൻ റെക്കോർഡ് വാങ്ങി തന്നെ. എന്തായാലും എഴുതണം. സ്കൂളിൽ പോയിട്ട് ഇതൊക്കെ ഇനി എഴുതാനൊന്നും, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ തന്നെ നേരില്ല. പിന്നെ എഴുതുന്നത് അവിടെ നോക്കിയാൽ കാണാം. അവിടെ ഒരു ഫോം വെച്ചിന്. അത് വെറുതെ സൂര്യ ഉദിക്കണെ എടുക്കാൻ വെച്ചാണ്. എന്ത് ചെയ്യുമ്പോഴാണ് സൂര്യൻ ഉദിച്ചിട്ടുമില്ല. വാങ്ങടിക്കാനായിട്ട് എന്താ അവസ്ഥയാണ് അതൊക്കെ. എന്തെങ്കിലും ആവട്ടെ. ബ്രേക്കാണ്. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ നേരത്താണ്. ബാഗൊക്കെ പാക്ക് ചെയ്യാണ്ട് എന്തായാലും ബോംബാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ബാഗ് പാക്കിങ് പരിപാടിയിലേക്ക് കിടക്കണം. ആദ്യം തന്നെ ഒരു ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ്, CS നോട്ട്, അത് 2 പാക്ക് ചെയ്തട്ടെ. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ റെക്കോർഡ്, എൻ്റെ ഫ്രണ്ടിൻ്റെ റെക്കോർഡ് ഞാൻ എഴുതാൻ കൊണ്ടുവന്ന്. പിന്നെ കെമിസ്ട്രി റെക്കോർഡ്, അതും ഇത്രേ ഉള്ളൂ. കാരണം ഇപ്പോൾ ബാഗ് ഒക്കെ ആണ്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകാനൊന്നായില്ല, കാരണം ചായ റെഡി ആയില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാമല്ലോ. അപ്പോൾ എന്തായാലും ഇതും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സ്കൂളിൽ പോകുമ്പോൾ ഓക്കെ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റാണ്, അതായത് രാവിലത്തെ ചായക്കടി. എല്ലാവർക്കും അറിയാം, ഇത് ന്യൂട്രലയും 2 പീനട്ട് ബട്ടറും. അപ്പം എന്താ ഞാൻ പറയണ്ടത്, ഇതൊക്കെ തീർന്നു. ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ നമ്മളവസ്ഥ ഒന്നും വാങ്ങിയിട്ട് 2 ദിവസമേ നിൽക്കുകയുള്ളൂ. മാക്സിമം പീനട്ട് ബട്ടർ ഇഷ്ടം തീരില്ല, കാരണം എൻ്റെ അനിയന് ഇഷ്ടമല്ല. ഇത് 2 ആൾക്കും ഇഷ്ടമാണ്. ന്യൂട്രല സീനാണ്. അപ്പോൾ എന്തായാലും തിന്നു കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഗൈസ് ബസ്സിന് പോകാനുള്ള ചില്ലറ എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് എന്തായാലും പോവാണ്. ഞാൻ എന്തായാലും വരുമ്പോൾ കാണാം. ഇനി അപ്പോൾ ഗൈസ് ഏകദേശം 2:50 ആയിട്ടുണ്ട്. 2:45 കഴിഞ്ഞ്
ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയാണ് സ്കൂളിൽ നിന്ന്. ഉച്ചയ്ക്ക് ജെയിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഇറങ്ങിയാണ്. പക്ഷേ റെഡിയാക്കാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്തൊക്കെയുണ്ട് ഇനി ആവശ്യമുണ്ട്. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് വെറുതെ എഴുതി നോക്കുന്നുണ്ട്. എന്തായാലും കിട്ടുന്നില്ല. എന്നാലും വെറുതെ എഴുതാലോ, ഒരു രസമല്ലേ. എങ്ങനെയാണ് പാറ്റേൺ എന്നല്ല, കമ്പ്യൂട്ടറിൽ എഴുതിയിട്ട് അങ്ങനെ ഇതില്ല. എന്നാലും നോക്കാം. പിന്നെ ചലഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10 ദിവസം നല്ലപോലെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ പിന്നെ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ 10 ദിവസം കഴിഞ്ഞ് 11-12 അധികം പഠിക്കാൻ കഴിഞ്ഞു. കാരണം 10 ദിവസം പഠിച്ചതിൻ്റെ റെസ്റ്റ് ആയിരുന്നു 2 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ റാബ്റ്റിക്സ് ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബാച്ചത്തെ വീഡിയോ ഒക്കെ ഞാൻ മെല്ലെ മെല്ലെ കണ്ടുവരുമായിരുന്നു. എന്തായാലും ഇപ്പം പെണ്ണ് വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ചാടിക്കറി പഠിക്കാനൊന്നും കഴിയത്തില്ല. പിന്നെ ഒരു 3 മണിക്കും പഠിക്കാനില്ല, ഒരു 3:45 പഠിക്കാൻ വിചാരിക്കുക. കഴിയുമോയെന്നറിയില്ല. എൻ്റെ പിന്നെ സ്കൂളിൽ നിന്ന് പഠിക്കാനൊന്നും തോന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് നോക്കാം. ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് ഫുൾ ഏകദേശം നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ട് 2:45 എന്ന് പറഞ്ഞിരുന്നു, 2:50. പക്ഷേ ആ ടൈം തെറ്റിയിരുന്നു. സ്കൂളിൽ നിന്ന് ആരെങ്കിലും മാറ്റിച്ചാണ് അറിയില്ല. ഇതിലിപ്പോൾ കാണാനും ഇതാ 4:30. പക്ഷെ ശരിക്കും ടൈം കാണുകയാണെങ്കിൽ 5 മണി. ടൈം തെറ്റിയിരുന്നു. ഞാൻ എന്നിട്ട് കുറേ ടൈം ഉണ്ടല്ലോ എന്നിട്ട് നല്ല കുളിച്ച് ഇവിടെ നിന്നിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ട്. 3:30 ആയപ്പം ഇതിലൊന്നും നോക്കിയപ്പോൾ 4 മണി. 4 മണി ആയാൽ തന്നെ പിന്നെ ചടപ്പാണ് പഠിക്കാനൊക്കെ. അതുകൊണ്ട് 7 മണിക്ക് തന്നെയാണ് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിം കളിച്ചിട്ട് വരും. നമുക്ക് ഇതാണ് ടി വിയിലുള്ള ഗെയിമാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയിൽ ഗെയിം കളിക്കാനൊക്കെ കഴിയുന്നത് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ 2 ഗെയിം ആയിട്ടിട്ടാണ്. അപ്പോൾ അത് കളിച്ചു തിരികട്ടെ കുറച്ച് നേരം. എന്തായാലും 5:30 ഉണ്ട്. ഇത് കളിക്കട്ടെ. ഇജെന്തിനാ അറിയണേ? ഓൾക്ക് കൊച്ചിട്ടിട്ട് കൊടുക്കാനാണ്. സീനാണ് എനിക്ക് ഗെയിം കളിക്കാൻ. I was a lonely silhouette, needed somebody to show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the darkness. You were the only thing. അപ്പോൾ ഗൈസ് നമ്മളെ സ്ഥിരം സമയത്തുള്ള 7 മണി, അതായത് 7:05 നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പോണ ഇതാണ്, എന്താണ് ആ പടത്തിൻ്റെ പേര്? തേങ്ങ അടിക്കാനായിട്ട് പേര് പറഞ്ഞില്ല. റാബ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കാണാൻ പോകുന്നത്. അതിൽ തന്നെ ഞാൻ ഓൾറെഡി 17 കണ്ടിച്ചിന്, 16 കണ്ടിച്ചിന്. ഇനി 17 മുതൽ 22 വരെ കാണാനുള്ളൂ. കുഴപ്പമില്ല, എന്ന് നമ്മൾ തീർക്കും എന്തായാലും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഒരു 8:30 വരെ കണ്ടിന്യൂസ് ആയിട്ടില്ലെങ്കിലും കുറച്ച് ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ട് പഠിക്കുക. എന്തായാലും ഹൈപ്പർ ലാബ്സിൽ വെക്കാൻ പോവാണ്. ഹൈപ്പർ ലാബ്സിൽ വെക്കാണ്. Lions roaring in the morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. Birds jumping and I. അപ്പോൾ ഗൈസ് കറക്റ്റ് 8:30 ആയപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞു. പക്ഷേ അത്ര പഠിക്കാനും കഴിഞ്ഞില്ല. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ ബ്രേക്കാണ്. ചോറുണ്ണാൻ പോവാണ്. ചോറിനായിട്ട് വേണം. അപ്പോൾ ഗൈസ് ഏകദേശം 9:15 ആവാനായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റീസ്റ്റാർട്ടല്ല, പിന്നെ പഠിത്തം തുടങ്ങാൻ പോവാണ്. എന്നാൽ റീസ്റ്റാർട്ട്. അപ്പോൾ എന്തായാലും തുടങ്ങട്ടെ. വീഡിയോ 19ാമത്തെ വീഡിയോ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 3 വീഡിയോയും കൂടി ഉള്ളൂ. 19, 20, 21, 22 4 വീഡിയോ ഉണ്ട്. എന്തായാലും കഴിയും. 3 മണിക്കൂറൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് തീർക്കാം. സോ ഗൈസ് കറക്റ്റ് 10:30 ആയപ്പോൾ തന്നെ നമ്മളെ ക്ലാസ് ഇവിടെ തീർന്നിട്ടുണ്ട്. കറക്റ്റ് 4 സെക്കൻഡേ ബാക്കിയുള്ളൂ. അതിപ്പോൾ തീരും. എന്തായാലും തീരാവുന്നതാണ്. ഇന്ന് തന്നെ തീരുന്നു വിചാരിക്കുക. എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഇത് തേങ്ങര ചാപ്റ്ററാണത്. ഇത് ഡെറിവേഷൻ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ചാപ്റ്ററാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറിവേഷൻ എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചോട്ട ഡെറിവേഷൻ എന്നല്ല, ഒരു മരവ് വലുപ്പമുള്ള ഡെറിവേഷൻസ് ഒക്കെ എടുത്ത് തരുന്ന ആൾ. എന്തൊക്കെ ദേഷ്യം അടിക്കുന്നതൊക്കെ ഒക്കെ എന്തോന്നുള്ളതൊക്കെ എന്തൊക്കെയോ ആണ് കേട്ടോ ഗൈസ്. മരം പിടിക്കാനായിട്ട് എന്തൊക്കെയോ ആണ്. പിന്നെ സംഭവം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററാണ് ഫിസിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്നാണ് പറഞ്ഞിട്ട്. അതിനോട് ചെറിയൊരു സമാധാനം. ഏറ്റവും വലിയ ചാപ്റ്റർ തീർത്തല്ലോ. ഏകദേശം 3 ദിവസം എടുത്തിട്ടാണ് തീർത്തത്. ഏകദേശം 22 ലേണിംഗ് വീഡിയോസായിട്ട് 22 ലേണിംഗ് വീഡിയോസോളായിട്ട് 5 മണിക്കൂറിൻ്റെ ലെങ്ത് ഉണ്ട് ഈ ചാപ്റ്ററിന്. എനിക്കറിയില്ല, സ്കൂളിൽ എടുത്ത് ഏകദേശം 4 ദിവസം 5 സെറ്റ് എടുത്തിട്ടുള്ളൂ ഈ ചാപ്റ്റർ എടുക്കാൻ. ഫുള്ള് നോട്ട് എഴുതിയിട്ട് പിന്നെ അത്യാവശ്യം പഠിപ്പിച്ച് 5 ദിവസം കൊണ്ട് 5 ദിവസം എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് ദിവസം ലീവ് ആയിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് തീർത്തിന്. ഇപ്പോൾ ഇവിടെ നിന്ന് തീർത്തു.
വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി വേറെ ഒന്നും പറയാനില്ല. ഉറക്കൊന്നും വരില്ല. ഇനി കുറേ എക്സ്പ്ലനേഷൻ കേൾക്കണം. കാരണം നാളെ വെള്ളിയാഴ്ചയാണല്ലേ, ആ വീക്കെൻഡാണ് നമ്മൾ നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമുക്ക് പിന്നത്തെ വീഡിയോ പിന്നെ കാണുന്നത് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് പ്ലീസ്.